ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടിച്ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഒരു 18 വയസ്സൊക്കെ ആ ഒരു ഏജിലുള്ള ഒരു ചെറുക്കൻ വന്നിട്ട് കുറേ ദിവസം കൊണ്ട് രേണുസുതിക്ക് ഈ വയ്യായ്മ ആവുന്നതിന് മുന്നേ അവനാണെങ്കിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. നമ്മളെ വലിയ മുതിർന്നവർ സംസാരിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇവനിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം സംസാരിച്ചിട്ടുണ്ടെന്നൊന്നും മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ രേണുസുതിക്ക് സുഖമില്ലാതെ ഇരിക്കുന്നതിന് മുന്നേ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് അതിനെ അങ്ങ് വിട്ടു. പക്ഷേ എന്നിട്ടും ഒരു കേസൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. രേണുസുധീരെ വീട്ടുകാർക്കായാലും ഒരു കേസൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര വില പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വയ്യായ്മയിൽ ഇരുന്നിട്ടും ഇവനാണെങ്കിൽ പഴയതിനെ കുത്തിപ്പൊക്കി എടുക്കുകയാണ്. അച്ഛനായാലും ശരി തന്നെ രേണുസുതി ആയാലും ചില സമയങ്ങളിൽ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട്, നമ്മളും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ ആരും പ്രതികരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ബ്ലോഗേഴ്സ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിൽ ഇത്രയും പേര് ചെയ്യാത്തത് ഒരു കുട്ടിച്ചെറുക്കനാണെങ്കിലും അവൻ്റെ വായിൽ പറയാൻ പറ്റുന്നതല്ലേ പറയാവൂ. ഓവർ ആവരുതല്ലേ, ആരായാലും ശരി തന്നെയാണ്. അവൻ ആ പഴയതിനെയൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരികയും അവനങ്ങ് വലിയ എന്തോ ഒരു സംഭവം പോലെ ഇരുന്ന് അങ്ങ് കൊരേന്നങ്ങ് പ്രസംഗിക്കുകയാണ് കേട്ടോ. എന്താണ് ഈ ചെക്കൻ പറയണതെന്ന് ഇതിനു പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ രക്ഷകർത്താക്കൾ എന്താ ചെയ്യുക? മക്കളെ എത്രയൊന്നും വേണ്ട, കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുക. നിന്നെ കൊണ്ട് നീ ഈ ഒരു വീഡിയോസാണ് ചെയ്യണമെങ്കിൽ നീ ചെയ്തോ, കുഴപ്പമില്ല. അത് നിൻ്റെ ഒരു ആഗ്രഹവും നിൻ്റെ ഇഷ്ടവും ഒക്കെയാണ്, നീ അത് ചെയ്തോ. പക്ഷേ ഒരു ആളെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു ലിമിറ്റ് ഉണ്ടല്ലേ, ആ ലിമിറ്റ് അനുസരിച്ച് വേണം വിമർശിക്കാൻ. അപ്പോൾ അത് ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് കുഞ്ഞുങ്ങളത് വളർന്ന് വരുമ്പോഴും പഠിക്കുന്നതല്ലേ. ഇപ്പം നമ്മളങ്ങ് കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. പിന്നെ ഏതൊക്കെ വഴിക്ക് സഞ്ചരിക്കും എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ശരിക്കും ഇട്ട് ഒരു 8ൻ്റെ പണി തന്നെ രേണുവിൻ്റെ വീട്ടുകാരും ബിഷപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. ഈ 17-ാം തീയതിയാണെന്ന് തോന്നുന്നു ഒരു കേസ് ബിഷപ്പ് അങ്ങ് കൊണ്ടുകൊടുത്തു. ഈ നെസ്റ്റോ ബിൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ ചെറുക്കൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ചെറുക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഓരോരായിട്ട് പ്രസംഗിക്കാം. ആ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ ചെറുക്കൻ്റെ. അപ്പം ഇതാണെങ്കിൽ അങ്ങ് പ്രസംഗിച്ചങ്ങ് തട്ടിയത് മാത്രമല്ല, ഈ വിശപ്പിൻ്റെ ആ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നിന്നെ വിശപ്പാമ്പെന്ന് വിളിച്ചില്ലേ, അങ്ങനെ വിളിച്ചില്ലേ, ഇങ്ങനെ വിളിച്ചില്ലേ, അങ്ങനെ വിളിച്ചില്ലേ. ഇടച്ചേക്കോ അതൊക്കെ അന്ന് കഴിഞ്ഞു പോയി. ഇനി നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും അവരെ ഈ പണ്ടുള്ളവർ പറയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന കാര്യം. നീ അതുപോലെ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വന്നിരുന്ന് കൊരകൊരാന്ന് പ്രസംഗിക്കാണോ? നിൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഇത് തന്നെയാണോ ചെയ്യുന്നത്? ആരോടെങ്കിലും ശത്രുത ഉണ്ടാക്കിയാൽ വീണ്ടും അതിനെ കുറച്ചും കൂടെ അയൽവാസികൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കി. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയല്ല കേട്ടോ. അയൽവാസികളായാലും ശത്രുത ഉണ്ടാക്കിയാൽ അതങ്ങ് പോട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുമായിട്ട് സംസാരിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊന്ന് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ നോക്ക്. ഈ ചെക്കൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ അയൽവാസിക്കാരുമായിട്ട് വഴക്കുണ്ടായാലേ നിങ്ങൾ അവരെ എരുതിയിൽ എണ്ണ ഒഴിച്ച് കുറച്ചും കൂടെ മൂപ്പിച്ച് വിടാനാണോ ശ്രമിക്കുക? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കണം. മോനി പറഞ്ഞിട്ട് നിങ്ങളൊന്നും മിണ്ടിയിട്ടില്ല, അപ്പോൾ പിന്നെ നിങ്ങൾ ഇതാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ചെറുക്കൻ. എന്തായാലും വിശപ്പ് ഒരു കേസ് അങ്ങ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടുപോയി സ്റ്റേഷനിൽ വിളിപ്പിച്ചു, സംസാരിച്ചു. 18-ാം തീയതിയാണെന്ന് തോന്നുന്നു. എന്തായാലും സംസാരിച്ചു. അവൻ്റെ ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ഞാൻ ഇനി നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അറിഞ്ഞതിന് ശേഷം ഇത് എന്താവുമെന്ന് അറിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ബിഷപ്പിന് കൊടുത്തത് അവനൊരു നല്ലൊരു 8ൻ്റെ പണി ആയതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് അങ്ങനെ ഇറങ്ങാൻ സമയത്താണ്
തൃക്കുണിത്താരം പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കൊച്ചിൻ്റെ പേരിൽ കൊണ്ടുപോയി ബിഷപ്പ് കേസ് കൊടുത്തത്. അപ്പോൾ എന്താ കേസ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവന് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ശരി ഡിലീറ്റ് ചെയ്യൊക്കെ ചെയ്യാം, 2 വീഡിയോസാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യാം, അപ്പോൾ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ ഇറങ്ങാൻ സമയമായപ്പോൾ ഇതാ കിടക്കുന്നു പിടിച്ചു അടുത്ത കേസ്. ഏത് രേണുവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് അടുത്ത കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്നും വലിയ കേസൊന്നും അല്ല, ഇരുന്നാലും എൻ്റെ പൊന്നു മോനെ ഈ ഒരു പ്രായത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുക എന്നൊക്കെ പറയുന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ്. നീ ഈ ഒരു രേണുവിൻ്റെ കണ്ടന്റ് എടുത്ത് ചെയ്യരുതെന്നല്ല ഈ ചേച്ചി പറയുന്നത്, നീ അതാദ്യം മനസ്സിലാക്കുക. ചെയ്യണം, പക്ഷേ നീ ഇതൊക്കെ കുറച്ച് ഓവറായിപ്പോയി. നിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ ഏതോ മുതുമുത്തശ്ശന്മാർ വന്നിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. ഞാനങ്ങനെ വലുതായിട്ട് കാണാറില്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വിമർശനങ്ങൾ വരുമ്പോഴാണ് ഞാൻ എടുത്ത് വെച്ച് കാണുന്നത്. എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പം തന്നെ അറിയാം ഒരു ഭയങ്കര ഒരു എനർജിയാണ്, നിനക്ക് നല്ല സൂപ്പറായിട്ട് ആ ഒരു. അപ്പോൾ എന്തായാലും എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് ലിമിറ്റായിട്ട് നീ കണ്ടൻറ്റുകൾ എടുത്ത് ചെയ്തു. രേണുവിൻ്റെ കണ്ടൻറ്റ് എടുത്ത് ചെയ്യില്ലെന്നല്ല പറഞ്ഞു, നീ ചെയ്തോ, കുഴപ്പമില്ല. നിൻ്റെ ഒരു പ്രായത്തിൻ്റെ അനുസരിച്ച് നിനക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയും. പക്ഷേ ഇത് ഈ അപ്പൂപ്പന്മാർ വന്നിരുന്ന് പറയണത് പോലെ ഞാൻ തന്നെ ചില സമയത്ത് ഞെട്ടിപ്പോയിട്ടുണ്ട്, ഈ കൊച്ചെന്താ ഇങ്ങനെയായി എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ 2 കേസായി, വലിയ ക്രിമിനൽ കേസൊന്നും അല്ലെങ്കിലും കേസാണല്ലോ അല്ലേ മോനെ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും സ്റ്റേഷനിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. ഒരു വയ്യാതെ ഇരിക്കുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എന്നാൽ അതിന് മുന്നേ നീ സംസാരിച്ചൊക്കെ ഓക്കെ, അത് അവിടെ തന്നെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ചിന്തിക്കുക. അവർക്ക് പോസിറ്റീവായിട്ട് നീ ഇടണ്ട, നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയണ്ട, നെഗറ്റീവ് പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ അതിനൊരു ലിമിറ്റില്ലേ മോനെ. അപ്പോൾ അത് അതിര് കടന്നു പോകണം. അതുകൊണ്ടാണ് ഈ ഒരു ചേച്ചി അങ്ങനെ പറയണത്. നീ ഇഷ്ടപ്പെട്ടാൽ അത് നീ ഇരിക്കും, ഇനിയെങ്കിലും സ്റ്റേഷനിലോട്ട് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിലായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.